ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ റെസിപ്പി ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ. ഇത് ഞാൻ പാസ്ത ഉണ്ടാക്കുമ്പോൾ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഒഴിക്കാറുണ്ട്. സോയാബീൻ വറക്കുമ്പോൾ ചെയ്യും, ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ചെയ്യും. അങ്ങനെ കെച്ചപ്പ് പല വിധത്തിൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ. പിന്നെ പലതരം സ്നാക്സുകൾ നമ്മൾ ഡിപ്പ് ചെയ്ത് കഴിക്കാറുമുണ്ട്. ഇതുണ്ടാക്കുന്നതിനായി സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്, തക്കാളി 4 എണ്ണവും വെളുത്തുള്ളി 3 പോണയാണ് എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി സവാളി അരിഞ്ഞെടുക്കുക. ഇപ്പം ഞാൻ ഈ കെച്ചപ്പ് ഉണ്ടാക്കണത് പിസയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. തക്കാളി ഞാനിപ്പോൾ 2ആക്കി കട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്യണമെന്നില്ല കേട്ടോ. തൊലി ഇങ്ങനെ എല്ലാ സൈഡും ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്താൽ മതി. സാമ്പാർക്ക് എടുത്തതിൻ്റെ ഒരു പകുതി ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ ബാക്കിയില്ലാതും കൂടി മുറിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാട്ടോ. അങ്ങനെ ചെയ്യണമെന്നില്ല. ഇത് പാനിലോ കുക്കറിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ കുക്കറിലാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 ഗ്രാമ്പു ചേർക്കാം. ചെറിയൊരു പീസ് പട്ടയും ചേർത്ത് കൊടുക്കാം. അതും കൂടി ആഡ് ചെയ്തപ്പോൾ ഇനി നമുക്ക് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വരുത്തിയിട്ട് പിന്നെ ചൂടാറിയിട്ടാട്ടോ തുറന്നത്. അപ്പോഴേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി തക്കാളീൻ്റെ തൊലിയൊക്കെ എടുത്ത് മാറ്റാം. ഇത് നല്ല ചൂടുണ്ട് കേട്ടോ, കുറച്ചും കൂടി കഴിഞ്ഞ് ചെയ്താലും മതി. നന്നായി തണുത്താറിയതിന് ശേഷം മാത്രമേ മിക്സിയിൽ നമുക്ക് അരച്ചെടുത്താൽ മതി കേട്ടോ. ചൂടോടൊക്കെ അരക്കണ്ട. മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു അരിപ്പയിലൂടെ അരച്ചെടുക്കാം. നന്നായിട്ടിട്ട് പോരില്ല കേട്ടോ. സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തോളൂ. അതിൻ്റെ ഗ്രേവി എല്ലാം കിട്ടും. ഇനി നമുക്ക് ഈ ടൊമാറ്റോൻ്റെ പ്യൂരി ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി ടൈറ്റാക്കി എടുക്കാം. മുക്കാൽ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, എരിവുള്ളത് ചുവന്ന മുളക് പൊടി ചേർക്കാം.
നന്നായി ഇളക്കി കൊടുത്തോണ്ട് കേട്ടോ. ഗ്രേവി ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർക്കുക, ഒരു 1/2 ടീസ്പൂണൊക്കെ. വിനാഗിരി 1 ടേബിൾ സ്പൂൺ ചേർക്കാം. വിനാഗിരി ചേർത്തപ്പോൾ ഒന്നുകൂടി ലൂസായി. നമുക്കിതിങ്ങനെ ഇളക്കി ഇളക്കി ടൈറ്റാക്കി എടുക്കണം. കെച്ചപ്പ് ചേർക്കേണ്ട ചേരുവകളെല്ലാം ചേർത്ത് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ പ്യൂരി നല്ല കുറുക്കി കിട്ടിയിട്ടുണ്ട്. കെച്ചപ്പ് റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ കുട്ടികൾക്കൊക്കെ കെച്ചപ്പ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിക്കോളൂ കേട്ടോ. എളുപ്പമാണല്ലോ ഉണ്ടാക്കാൻ. എല്ലാ സാധനവും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കും. ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ കമൻറ്റ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.